തൃപ്പൂണിത്തുറയുടെ സാക്ഷാൽ പരീക്ഷിത തമ്പുരാൻ മുതലുള്ള പരമ്പരയ്ക്ക് മുഴുവൻ നമസ്കാരം. ഇപ്പോഴത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൈതപ്രം തിരുമേനി, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 40 വർഷത്തെ ഒരു വലിയ ചലച്ചിത്ര ഗാനം ആ ഒരു ചരിത്രം എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു ആശങ്കയിലാണ്. കാരണം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം, ഏതൊക്കെ പാട്ടുകൾ പറയണം, ഏതൊക്കെ പാട്ടിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം എന്നൊക്കെ ഉള്ളതൊരു സംശയമാണ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പാട്ടുകൾ ചിലപ്പോൾ വിട്ടുപോയി എന്ന് ഇരിക്കും. ദയവായി ക്ഷമിക്കണം. കാരണം എല്ലാ പാട്ടുകളും നമുക്ക് ഈ കുറഞ്ഞ സമയത്തിൽ ഓടിയെത്താൻ കഴിയില്ല. എങ്കിലും ചിലപ്പോൾ പലരുടെ ടേസ്റ്റ് പല രീതിയിലായിരിക്കുമല്ലോ. എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവ് മുതൽ ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ പാട്ടുമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പം, അതിൻ്റെ ഒരു തുടക്കം, അതൊക്കെ ചോദിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊരു വലിയ ഒരു മഹാത്മാവിനോടൊപ്പം എന്നെ കൂടി ഉൾപ്പെടുത്താൻ കാണിച്ച ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. വലിയ സന്തോഷമാണ്. ചലച്ചിത്രഗാന നിരൂപകൻ എന്നൊക്കെ ചിലരെ എഴുതാറുണ്ട്. ഞാനതൊന്നും അവകാശപ്പെടാറുമില്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. എന്നാലും എനിക്കൊരു വലിയ സന്തോഷമുള്ളത്, എൻ്റെ വളരെ അടുത്ത കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 2004 ജനുവരി 23 ഞാൻ ആദ്യമായി ഈ ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടൊരു പരിപാടി, ഒരു പ്രഭാഷണം നടത്തുകയും അതിൻ്റെ സംഘാടകർ മുറിച്ചിട്ട് വൈറലാവുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ രംഗത്ത് ഞാൻ തുടരുന്നത്. ആ പാട്ട് തിരുമേനിയുടെ പാട്ടായിരുന്നു. ആ പാട്ട് പറയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് 2024 ജനുവരി 23 പത്മരാജൻ സാറിൻ്റെ മരണ ദിവസം, ആ വാർഷികമാണ് ജനുവരി 23. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ഞാൻ, മുതുകുളംകാരനാണ് ഞാൻ. ചലച്ചിത്രഗാനം തുടങ്ങിയത് മുതുകുളത്ത് നിന്നാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്. കാരണം മുതുകുളം രാഘവൻപിള്ള സാറാണ് ആദ്യത്തെ ഗാനരചയിതാവ്. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് നീ വിൺപൂ പോൽ എന്നുള്ള പാട്ടിനെക്കുറിച്ച് പറഞ്ഞു. ആ പാട്ടാണ് ആദ്യമായി വൈറലാകുന്നത്. തുടർന്ന് അനേകം പാട്ടുകൾ പറഞ്ഞു. 150-150ഓളം വീഡിയോകൾ പാട്ടുമായി ബന്ധപ്പെട്ടത് എൻ്റെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആ പാട്ടിന് അത്ഭുതകരമായൊരു പാട്ടാണ്. ദാസേട്ടൻ എന്നോട് പറഞ്ഞാൽ അത് പാടുമ്പോഴേ, മോനെ ഇവർക്ക് 2-3 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ട്യൂൺ ഉണ്ടാക്കാം, കഥ പറയാം, ഒക്കെ ചെയ്യാം. ഞാനിതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് പഠിച്ചിട്ട് പാടാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞു. വ്യത്യാസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യാസം വന്നിട്ട് പഠിക്കും. അപ്പോൾ അതിലെ ട്യൂൺ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ട്യൂണത്. ല ല ല ഇങ്ങനെ തുടങ്ങുന്ന ട്യൂണ്. പാട്ടേ ഭാഷ തുടങ്ങണം. നീ വിൺ പൂ പോൽ ഇതളായി തെളിയും നിറമായി വരമായി, ഇങ്ങനെയാണ് ഇപ്പോൾ പാട്ട്. അതെ, ഒരു അക്ഷരം, 2 അക്ഷരം, 1 അക്ഷരം, 2 അക്ഷരം, 4 അക്ഷരം എന്നുണ്ട്. എന്നിട്ട് പിന്നെയും വരണം അന്നവും പ്രതിലവുമാണ്. ഞാൻ നിൻ തൂ പെൺ ചിറകിൻ തണലിൽ കുളിരായി മുഴുകി ആലിൻ കൊമ്പിൽ കിളി ഉണരുമ്പോൾ ആകാശത്തമ്പിളി ഉരുകുമ്പോൾ, ആകാശത്തമ്പിളി ഉരുകുമ്പോൾ എന്നൊക്കെ, അത് പപ്പേട്ടൻ്റെ മനസ്സാണ്. അതൊക്കെ പപ്പേട്ടന് വേണ്ടി ചെയ്ത. ഓ, ശരി ശരി ശരി. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങേണ്ടത്, EC തോമസ് എന്ന് പറഞ്ഞൊരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന് മറക്കാനാകാത്ത ഒരാളാണ്. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പലപ്പോഴും ഈ യൂട്യൂബിൽ പലരും പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ EC തോമസിനെ നമ്മളുടെ ആരാധകർക്ക് അറിയില്ല. EC തോമസ്, കാവാലം നാരായണ പണിക്കർ സാർ, അതുപോലെ എഴുത്തച്ഛൻ ചന്തൂട്ടി മാഷ്, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് സിനിമ പാട്ടിലേക്ക് വരാം. ഞാൻ എൻ്റെ ഒരു 5ാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് ആചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരിയാണ്. സൗന്ദര്യലഹരി 1 മുതൽക്ക് 100 ശ്ലോകം വരെ ഫുൾ ബൈഹാർട്ടായിരുന്നു. ആ സമയത്ത് തന്നെ അച്ഛൻ വരുന്ന സമയത്ത് അച്ഛൻ ചൊല്ലുന്ന ലളിതാസഹസ്രനാമമൊക്കെ കേട്ടിട്ട് പഠിച്ചു. ഇങ്ങനെ നിറഞ്ഞ് എൻ്റെ തലയിൽ മുഴുവൻ അതാണ്. അങ്ങനെ
ആ സമയത്ത് ആണ് ആ എഴുത്തച്ഛനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ചന്തുകുട്ടി എഴുത്തച്ഛൻ ആ വലിയൊരു മഹാത്മാവാണ് അദ്ദേഹം. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗുരു അദ്ദേഹമാണ്. സംസ്കൃതം. സംസ്കൃതം. ആ അത് കുറച്ച് സംസ്കൃതമുണ്ട്, അക്ഷരം. പിന്നെ ശ്ലോകങ്ങളാണ്, ആ ആചാര്യസ്വാമിയുടെ ശ്ലോകങ്ങളാണ്. പ്രത്യേകിച്ച് അന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു അതിൻ്റെ, അത് മുഴുവൻ എന്നെ പഠിപ്പിച്ചു. ആ എൻ്റെ ജീവിതത്തിനെ മൊത്തം ഇളക്കി മറിച്ചിട്ടുള്ളത് അതാണ്. ഓ ചന്തുട്ടി മാഷ്. പിന്നെ എന്നിട്ട് പക്ഷം ആ പിന്നെ എന്നെ സംഗീതം പഠിപ്പിക്കാൻ അച്ഛനാണ് തുടങ്ങിയത്. പിന്നെ പലരും വന്നിട്ട് ഞാൻ കുറച്ച് പ്രായമായപ്പോൾ സമാവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വന്നപ്പോഴാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു 16-17 വയസ്സൊക്കെ ഉള്ളു. ഞാൻ ആലക്കോട്, ഇപ്പം നേരത്തെ നമ്മുടെ ഇവിടുത്തെ കൗൺസിലറും പിന്നെ ഡെപ്യൂട്ടി മേയറുമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ രാധിക വർമ്മ. അപ്പോൾ അവരുടെ അമ്മാവൻ ആലക്കോട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എന്നെ, അന്ന് മിത്രനമ്പൂരിപ്പാടുണ്ടായിരുന്നു, പുഞ്ഞാറ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തമ്പുരാനം മിത്രനമ്പൂരിപ്പാടോടെയാണ് ഒരു ശിവരാത്രിക്കാണ് ഇന്നത്തെ ദിവസം പോലെ, എനിക്ക് തോന്നുന്നു 67 മറ്റാണ്, 67 ശിവരാത്രിക്ക് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു, പൂഞ്ഞാറിലേക്ക്. എനിക്ക് ജീവിതത്തിലൊരു പരിചയമില്ല, അങ്ങനെ പുറത്ത് പോയിട്ട് പരിചയമില്ല, ബസ്സിൽ കയറിയിട്ട് പോലും പരിചയമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെ നിന്ന് തന്നെ കൂട്ടിയിട്ട് പൂഞ്ഞാറിലെത്തുകയും, പൂഞ്ഞാറിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ ബസ്സിൽ വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വരുമ്പോൾ വൈക്കത്ത് ഉത്സവം നടക്കുകയായിരുന്നു. ഞാൻ അതെ ശിവരാത്രിയുടെ തന്നെയാണല്ലോ അവിടെ. ആ സമയത്ത് ഞാൻ വൈക്കത്ത് ഇറങ്ങാൻ കാരണം ബാലമുരളി സാറിൻ്റെ പാട്ട് കേട്ടോണ്ടിരിക്കും. ഞാൻ അവിടെ ഇറങ്ങി ആ ശബ്ദം കേട്ടതിലേക്ക് പോകുമായിരുന്നു. സാറിൻ്റെ തൊട്ട് താഴെ വൈക്കത്ത് അപ്പൻ്റെ ആ കിഴക്കേ നടയിലെ കിഴക്ക് തെക്ക് മൂലക്കുള്ള ആ വലിയ ഇതുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേജിൻ്റെ താഴെ പോയിരുന്നിട്ട് ഞാനിങ്ങനെ മതിയാവോളം പാട്ട് കേട്ടു. എനിക്ക് എൻ്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം, ബാലമുരളി സാർ. ദാസേട്ടൻ പോലും എനിക്ക് ബാലമുരളി സാറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് അവിടെ കേൾക്കുക വൈക്കത്ത്. പിന്നെ എനിക്ക് തോന്നി എന്താവട്ടെ, പിറ്റേ ദിവസം പട്ടമാളാണ് പാടുന്നത്. പിറ്റേ ദിവസം ഞാൻ അവിടെ തന്നെ താമസമൊന്നും പ്രശ്നം, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ താമസിച്ചു. അവിടുന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ചു. ഞാൻ നേരെ പട്ടമാളുടെ പാട്ട് കേട്ടു. പട്ടമാളും സഹോദരനും കൂടി പാടുകയാണ്, DK ജയരാം സാർ. അതിമനോഹരമായിട്ട് 2 കച്ചേരിയുടെ മൂഡിലാണ് ഞാൻ പൂഞ്ഞാറിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ എന്തിനും തയ്യാറാണ്, സംഗീതത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിന് തയ്യാറാണ്. ഞാൻ അവിടെ എത്തി. എന്നെ അവർ അവിടുത്തെ ഒരു കുട്ടിയെ പോലെ എന്നെ സ്വീകരിച്ചു. ഇവരൊക്കെ അന്ന് കുട്ടികളാണ്, രാധികയൊക്കെ, ഇവരൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അവർ തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരായിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട് ഞാനും അവിടെ തുടങ്ങി. അങ്ങനെയാണ് ജീവിതം. അങ്ങനെ തമ്പുരാട്ടി എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സമ്പന്നമായിട്ടുള്ള തുടക്കം. ഒരു കഥ കൂടി കേട്ടിട്ടുണ്ട്. കഥ എനിക്കറിയില്ല എത്രത്തോളം സത്യമാണെന്ന്. കുട്ടിക്കാലത്ത് നാട് വിടാൻ ആഗ്രഹിച്ചിരുന്ന അങ്ങേക്ക് അങ്ങ് ഒരു ഹിന്ദി പാട്ട് കേട്ടിട്ട് അത് ഉപേക്ഷിച്ചതായിട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചാന്ദിനി ക ചാന്ദു ഹോ എന്നുള്ള രവി അല്ലേ? പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ആ കാലത്ത് വേണ്ട സാറില്ല, അക്കാലത്ത് ഞാൻ ഭഗവാൻ തമ്പുരാട്ടിയെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള, അന്ന് കൂടുതൽ താളത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള SUS നാരായണൻ എന്ന് പറഞ്ഞ മഹാവിദ്വാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടി. അദ്ദേഹമാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് സാറിനടുത്ത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ദേവസ്വം ബോർഡിൽ ശാന്തി കഴിച്ചിരുന്നു. ആ കൂട്ടത്തിലാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഈ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ, ഒരു 10 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് മുഴുവൻ ജീവിതമാണ്, തിളക്കുന്ന ജീവിതമാണ്. അതൊന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതമാണ്. പക്ഷേ സാറില്ല, നമുക്ക് ഇടയ്ക്ക് വിട്ടേ പറ്റുള്ളൂ. അങ്ങനെ അന്ന് SUS സാറിൻ്റെ വലിയ ആരാധകനായിരുന്നു നെടുമുടി വേണു. മൃദംഗം വഹിക്കും അദ്ദേഹം. കാവാലം നാരായണ പണിക്കർ,
ആ ഒരു ഗ്രൂപ്പിനെ കൂടി ഞാൻ പരിചയപ്പെട്ടു. ആ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ ഇ സി തോമസ്. ഇ സി തോമസാണ് ഞാൻ തിരുമേനി എഴുതും, അത് എന്നെ എൻ്റെ എഴുത്ത് അതിൽ 2 ട്രൂപ്പുണ്ട് അന്ന്. ആ കൂട്ടത്തിൽ പിന്നെ നരേന്ദ്രപ്രസാദിൻ്റെ ട്രൂപ്പുണ്ട്. അതിലുള്ള ഒരാൾ ആണ് മുരളിയൊക്കെ, ആ സൗവർണിയൊക്കെ ഉണ്ട്. അതിൽ ഞാനാണ് സംഗീതം ചെയ്തത്. അതെ, ആ കൂട്ടത്തിൽ അങ്ങനെ HUS അല്ല, ഈ നമ്മുടെ ഇ സി തോമസ് എൻ്റെ പരിചയക്കാരനായിട്ടുള്ള അദ്ദേഹം ഫാസിലിൻ്റെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളായിരുന്നു. ഫാസിലിൻ്റെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള, നിങ്ങളെ കോളേജിൽ പഠിച്ചതാണ് ഫാസിൽ, നെടുമുടി വേണു, EC ഒക്കെ അവിടെ പഠിച്ചതാണ്. ആ കൂട്ടത്തിൽ അവർ രണ്ടുപേരും അതെ. അപ്പോൾ ആ കൂട്ടത്തിലാണ് EC പിന്നെ ഫാസിലിന് വിളിക്കുന്നത്, ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ തിരുവേനി ഇപ്പോൾ ഒരു ദിവസം എഴുതും പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത് യാത്ര. പാട്ടിൻ്റെ യാത്ര അങ്ങനെയാണ്. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ യാത്രയിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാ അനശ്വരമായ യാത്രകളാണ്. എൻ്റെ ശാന്തി യാത്രയും ഗംഭീരമാണ്. പൂഞ്ഞാറിലുള്ള സമയത്ത് ഞാൻ അവിടെ തേവാരം കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഈ വിവേകാനന്ദൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം മുഴുവൻ വായിച്ചത് അവിടെ നിന്നാണ്. അതോടുകൂടി എൻ്റെ മനസ്സ് മൊത്തം മാറി ശരിക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിലാണ് എൻ്റെ മുഴുവൻ വിശ്വാസം, ഇപ്പോഴും അതെ. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് ത്യജിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതാദ്യം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ പിന്നെ ഈ സാഹിത്യ സർവസ്വം വായിച്ചിട്ട് ഒരാൾ പൂർണ്ണമുക്തനായിട്ട് നേരെ ആശ്രമത്തിലേക്ക് പോയി. എനിക്ക് ഇനിയും ജീവിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ ചെയ്തത്, അവിടെ തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഒരു അമ്പലത്തിൽ ശാന്തി അത് മുടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ ഞാൻ ശമ്പളം വാങ്ങിക്കില്ല, ദക്ഷിണ വാങ്ങിക്കില്ല, ഇതിനൊക്കെ തയ്യാറാണ്, ഞാൻ വരാം, ഞാൻ ഇതിന് തയ്യാറാണ്, തമ്പുരാൻ സമ്മതിക്കുകയാണ്, ഞാൻ വരാം. എനിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ നിൽക്കുകയുള്ളൂ. എനിക്ക് ഭക്ഷണം അവിടെ കിട്ടുന്നുണ്ട് കോലത്ത്. എനിക്ക് വസ്ത്രത്തിൻ്റെ വിതരണം പരിപാടി തരും. ഇത്ര എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് വിവേകാനന്ദനാണ് കാരണം. ഞാൻ അവിടുന്ന് തുടങ്ങിയ ശാന്തി 3-4 കൊല്ലം ഞാനവിടെ ഒരു പൈസയും ഒരാളോടും വാങ്ങിക്കാതെ ആണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, കേരളത്തിലെ ഈ ക്ഷേത്ര സംരക്ഷണത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് ഈ ശാന്തിക്കാരുടെ ത്യാഗമാണ് ആദ്യം വേണ്ടതെന്ന് വിശ്വസിക്കും. ഓരോരാളും അമ്പലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം എന്തെങ്കിലും ത്യജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ നേരെയാവും. അവർ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നോ അതോടുകൂടി എൻ്റെ ഡൗണായി. അതാണ് എൻ്റെ ആ പാഠം. നമുക്ക് അങ്ങയുടെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ പറയാം. ഇത് പറഞ്ഞാൽ തീരില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞോളൂ. അദ്ദേഹം എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമയിലേക്കാണ് പാട്ട് എഴുതാനായി വരുന്നത്. അതേക്കുറിച്ച് ഫാസിൽ സാറിൻ്റെ ഒരു ഓർമ്മയുണ്ട്, ഞാനൊന്ന് വേഗം ഒന്ന് പറയാം. ഫാസിൽ സാറ് അതിന് തൊട്ട് മുമ്പൊക്കെ ബിച്ചു തിരുമല സാറാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെ EC തോമസ് സാറ് മാഷിനെ ഇങ്ങനെ തിരുമേനിയുടെ പേര് പറയുന്നു, അദ്ദേഹത്തിന് പരിചയമില്ല. അപ്പോൾ എങ്ങനെയാവും എന്നറിയില്ല, അദ്ദേഹം വന്നു. അദ്ദേഹം പറയുന്നത്, ഈ ദേവദുന്ദുഭി സാന്ദ്രലയം എന്നുള്ള പാട്ട് എഴുതി അതിൻ്റെ വരികൾ കണ്ടപ്പോൾ ഇത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ് തിരുമേനി എഴുതിയിരിക്കുന്നത്. അതാണ് ഏറ്റവും, ആ ഒരു പാട്ടാണ് ഫാസിൽ ഭയങ്കരമായിട്ട്, എനിക്ക് തോന്നുന്നു ഗുരുവായിട്ട് തിരുമേനി പലപ്പോഴും ഫാസിലിനെ കാണാറുണ്ട്. എന്നെ തുടങ്ങി പത്മശ്രീ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഒരു തുടക്കം തന്നതല്ലേ. അപ്പോൾ ദേവദുന്ദുഭി സാന്ദ്രലയം, അത് ആ പാട്ട് വളരെ ഒരു മെഗാ പാട്ടാണെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രേക്ഷകർ അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എന്താണത്? അത് മൂകാംബി അമ്മയെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇപ്പം ആ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ, പാട്ട് എഴുതി കഴിഞ്ഞിട്ട് മദ്രാസിൽ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീരവഭാവം മരതകമണിയും പാടിയപ്പോൾ രാത്രി പാട്ട് നിർത്തിയിട്ട് എന്നെ വിളിച്ചു.
മോനെ എന്താണ് ഉദ്ദേശിച്ചത്, ഇത് അമ്മയുടെ മാറത്തെ കല്ലിനെ പറ്റിയാണോ? ഞാൻ പറഞ്ഞത് ദാസേട്ടൻ എന്ത് വിചാരിച്ചോ അത് തന്നെയാണ്. അതുകൊണ്ടാവാം, എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ, ഞാൻ എഴുതിയത്രേ ഉള്ളൂ. സൗവർണികാതീര ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോൾ അതെ അതെ അതെ. അല്ല, അത് ഈ നീരവഭാവം പ്രപഞ്ച മരതകമണിയും സൗവർണിക തീരഭൂമിൽ പൂവിടും നവമല്ലിക ലതകളിൽ സർഗോന്മാദ ശ്രുതി വിലയം ചെയ്തിരിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. ആ സർഗോന്മാദത്തിന്റെ ശ്രുതി അമ്മ തന്നതാണ്, എനിക്ക് ഉറപ്പാണത്. അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോവാം. ഞാൻ പൊന്നാറുള്ള കാലത്താണ്. ഞാൻ അവസാനം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നേരെ മൂകാംബിക്കാണ് പോകുന്നത്. മൂകാംബിക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ആകെ 13 രൂപയുള്ളൂ എൻ്റെ കയ്യിൽ പോക്കറ്റിൽ. അവിടെ എത്തി ഒരു ബാഗ് പിന്നെ സുബ്ബരാടികളുടെ അവിടെ വെച്ചിട്ട് ഞാൻ സൗപർണിയിൽ പോയി മുങ്ങിയിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി. അമ്മേ, ഞാൻ ഇത്രയും കാലം ചിലവാക്കി, ഇത് വെറും വേസ്റ്റാണോ അമ്മേ? അമ്മയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതേ പറഞ്ഞു. എനിക്ക് വേറൊന്നും, ഞാൻ അമ്മയെ ജീവനോട് കാണുന്ന പോലെയാണ് കാണുന്നത് ഇപ്പോഴും. അതെ, കാരണം എനിക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനോട് കാണുന്ന സത്യമാണ്, അല്ലാത്ത ഒന്നും ഞാൻ പറയില്ല. പ്രധാനപ്പെട്ട കാരണം നമ്മളൊക്കെ തന്നെയാണ് ഈശ്വരൻ. അത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഈശ്വരന്മാർ നമ്മളാണ്. പിന്നെ നമ്മൾ സ്വയം ഈശ്വരനാണ്. പിന്നെ പുറത്ത് കാണുന്ന നമ്മൾ കാണുന്നതൊക്കെ ഈശ്വരനാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി അമ്മയോട് ചോദിച്ചു, വേസ്റ്റാണെങ്കിൽ എന്നെ വിട്ടേക്ക് വന്നു. ഞാൻ ഒരു പ്രദർശനം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എൻ്റെ നാവിൽ തിരുമധുരം പോലെ എന്തോ ഒരു സാധനം തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴും ഓർമ്മയില്ല എനിക്ക്. അത് കഴിഞ്ഞ് എന്നോട് അമ്മ പറഞ്ഞു, നീ പോയിക്കോ. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ നേരെ ഇറങ്ങി അടുത്ത കൊട്ടാരക്കര ബസ്സിൻ്റെ അവിടെ അത് കയറി നേരെ നാട്ടിലേക്ക് വന്നു. അതാണ്, അങ്ങനെ അമ്മ തന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ ഗാനം മാത്രമല്ല, ഈ അടുത്ത 2025 ഞാൻ എഴുതിയ പാട്ട് പോലും സൂപ്പർ ഹിറ്റാണ്. അതിൽ പോലും ഞാൻ മിന്നൽ വള എന്ന് എഴുതിയിട്ടുണ്ട്. മിന്നൽ വള എന്താണ്? സീതയാണ്, സീതയുടെ വളയാണ്. അതാണ്. അപ്പോൾ എല്ലാം എനിക്ക് അമൃതമായിട്ടുള്ള എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഒരു പെൺകുട്ടിയെ വഷളാക്കിയിട്ട് ഞാൻ പാട്ട് എഴുതിയിട്ടില്ല, ഒന്നും ഇതില്ല. പ്രണയഗാനാണെങ്കിൽ ഏറ്റവും ഉദാത്തമായ പ്രണയഗാനം എഴുതി. അതാണ് എല്ലാം. ഞാൻ അങ്ങനെ വിചാരിച്ചു, എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരെയും എൻ്റെ മക്കളെയും ഓർക്കാതെ എനിക്ക് എഴുതാൻ പറ്റില്ല. ഇനി എനിക്ക് അങ്ങനെ ഒന്നുമില്ലെങ്കിൽ വേണ്ട. പക്ഷേ അമ്മ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്നും അമ്മ എന്നെ എഴുതിക്കുന്നും അമ്മ എനിക്ക് ഇഷ്ടം പോലെ തരുമെന്നും എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ ആയിരക്കണക്കിന് പാട്ട് എഴുതി. ആയിരക്കണക്കിന് പാട്ട് എഴുതുക എന്ന് പറയുന്നതൊന്നും ഭഗവാനുള്ളത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഭാസ്കരൻ മാഷ പോലുള്ള അതുല്യ പ്രതിഭകൾക്കേ പറ്റുള്ളൂ. ഞാൻ എന്നെ പോലുള്ള സാധാരണ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. എൻ്റെ കൂടെ ഇരുന്ന് എഴുതിയാൽ ഞാൻ കാളിദാസനാവും, അല്ലെങ്കിൽ വെറും ദാസനാവും. അതാണ്. എനിക്ക് അതിൽ ഉറച്ച വിശ്വാസം. മോൻ ചോദിച്ചോളൂ. അതിൻ്റെ ചരണത്തിൽ തന്നെ പൂവിതളിന്മേൽ ബ്രഹ്മം രചിച്ചും നിഹാരബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരജതിമേട്ടും കച്ചവി വീണയായി കാലം. കച്ചവി വീണയായി കാലാണ്. അത് അപ്പം മാഷ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും സമയപ്രവാഹവും പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്. ത്രികാലജിതിയായിട്ട് കൈതപ്പുറം മാത്രമാണെന്ന് തീർച്ചയായും ത്രികാലജതിയായി ത്രിസന്ധ്യകൾ. എനിക്കെന്ത് വേണം? അതുല്യ പ്രതിഭയായിട്ടുള്ള അപ്പം മാഷ എന്നെ പറ്റി ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? പിന്നെ സമയപ്രവാഹവും സാഹിത്യകലയും എന്ന അപ്പം മാഷയുടെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ പാട്ടിനെ കുറിച്ച്. മോനൊരു കാര്യം ചെയ്താൽ മതി. കാരണം ഇതിങ്ങനെ തുടങ്ങിയാൽ നമുക്ക് 1 മണിക്കൂറൊന്നും തീരില്ല, അല്ലേ? നമുക്കൊരു ചിലപ്പോൾ 3-4 ദിവസം വേണ്ടി വരും. അതിന് കട്ട് ചെയ്തിട്ട് മോൻ ഇഷ്ടം പോലെ ചോദിക്കാം. അതിനിടയ്ക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, വയലാർ എഴുതിയ മുറിയിലിരുന്നാണ് ഈ പാട്ട്. അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. എന്നോട് അത് കമലിൻ്റെ ഒരു പടത്തിന് വേണ്ടിയാണ്. ഇതല്ല, കമലിൻ്റെ ഒരു പടത്തിന് വേണ്ടി പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റക്കായിപ്പോയി. ഒന്നും എനിക്ക് ടെൻഷനായിട്ട് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ടെൻഷൻ കാരണം ഈ ഞാൻ എഴുതുന്നതിന് വേറെ പരിമിതി നിങ്ങളെല്ലാവരും അറിയണം.
ഞാൻ എഴുതുന്ന കാലം എന്ന് പറഞ്ഞാൽ ഫുൾ പാട്ട് ട്യൂൺ ഉണ്ടാക്കിയിട്ട് എഴുതാൻ തുടങ്ങിയ കാലമാണ്. ഇതിനെ ഞാൻ അതിജീവിക്കുകയാണ്. അപ്പോൾ കണ്ണാടി കയ്യിൽ എന്നുള്ള പാട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ സിന്ദൂര പൂവേ എന്ന് ഒരു ഡമ്മി വേർഡ് വെച്ചിട്ട് ജോൺസൺ പാടാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണ്ടേ, പറ്റുന്നില്ല. ഞാൻ രാത്രിയിലെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എനിക്ക് പണി പറ്റില്ല എന്ന് ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കമലിനോട് പറയാണ്ട് ഞാൻ രാവിലെ സ്ഥലം വിട്ട് തന്നെ. അപ്പോഴാണ് അമ്പിയണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട്, അതെ, നമ്മുടെ വലിയ എഡിറ്ററാണ്, അദ്ദേഹം അപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. അതേ നേരം തിരുവനി എന്താ ഇത് പറ്റി, നിങ്ങളിരിക്കുന്ന മുറിയുണ്ടല്ലോ, വയലാറിൻ്റെ മുറിയാണ്, എനിക്കറിയാം. അവിടെ ഇരുന്നാൽ നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോ, രാവിലെ ആകുമ്പോൾ പാട്ട് വരുന്നു. ഞാനവിടെ കിടന്നുറങ്ങി. വേണമെങ്കിൽ പോകാമല്ലോ, പാട്ട് വന്നാൽ പാട്ട് എഴുതാം. രാവിലെ ഒരു 4 മണി ഒക്കെ ആകുമ്പോഴേക്കും സാക്ഷാൽ വയലാർ എഴുതും പോലെ അദ്ദേഹം താഴെ പായയിൽ കിടന്നാണ് എഴുതാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കിടന്നു. 4 മണിയാകുമ്പോൾ ഞാൻ ഉണർന്നു. പല്ലവി ഫുള്ളങ്ങ് എഴുതി. കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി എന്നാൽ എന്നെ പറ്റി തന്നെയാണത്. മംഗളം, ഞാൻ കണ്ണാടി എന്നാണ് എൻ്റെ ഇല്ല പേര്. ഞങ്ങൾ എത്തുമ്പോൾ അത് എഴുതിയപ്പോൾ അമ്മ ബാക്കിയൊക്കെ എഴുതി തന്നു. ജോൺസൺ വരുമ്പോൾ പാട്ടൊക്കെ റെഡി. കമലിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, കമലിൻ്റെ പാട്ടൊക്കെ റെഡി തന്നു. അതെയാ, എന്നാ ശരി തന്നു. അവർ രണ്ടുപേരും കൂടി വന്നു, പാട്ട് ഓക്കെ ആയി. ഉച്ചയാകുമ്പോൾ ചിത്രം ഒന്ന് പാടി. അതാണ് കഥ. 2 ഖരാക്ഷരങ്ങൾ അടുത്ത് വരുന്നാൽ പാടാൻ കുറച്ച് അത് ബുദ്ധിമുട്ടാണ്. ദേവതന്ന് ഫീലുണ്ടായതാ. രാജേട്ടൻ എന്നോട് പറഞ്ഞു അവസാനം ഹരിചന്ദന ശുഭഗന്ധം. ഓരോ പാഠങ്ങളാണ്. ആദ്യത്തെ പാട്ടിൽ ദാസേട്ടൻ പാടുമ്പോൾ അവിടെ ഞാൻ ഇവർക്കാർക്കും ഒന്നും പറയാം, ഞാൻ പറഞ്ഞു ശുഭഗന്ധം എന്നാണ് അദ്ദേഹം പാടി, അറിയാതെ പാടിപ്പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ കേട്ടോണ്ടിരിക്കണമല്ലോ ഭഗവാനെ വിചാരിച്ചു. അപ്പോൾ എന്നോട് നീ പറ, ദാസേട്ടനോട് പറഞ്ഞാൽ മതി എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അല്ലാതെ പറയാൻ പറ്റില്ല. ഇവരാരും പറയുന്നില്ല, ജെറി മാഷ പറഞ്ഞില്ല, ഫാസിൽ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ നേരെ അകത്തേക്ക് കയറി. അപ്പോഴേക്ക് ഇവർ ഉണ്ണിമേനൊക്കെ ഉണ്ട്, ട്രാക്ക് പാടുന്ന ഉണ്ണിമേനൊക്കെ മാറി, എല്ലാവരും മാറി. അതൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവരിതൊക്കെ ഓഫ് ചെയ്തിരുന്നു. ഞാൻ ദാസേട്ടനോട് പറഞ്ഞു, ദാസേട്ടൻ എനിക്ക് ഇങ്ങനൊരു സംശയമുണ്ട്, രണ്ടാമത്തെ ആ വാക്ക് ഉറച്ചിട്ടില്ല എന്നെടുത്തു, ഗന്ധം വന്നില്ല, സംശയം എനിക്ക് അത്രയൊന്നും പറഞ്ഞല്ലേ, ചെറിയൊരു സംശയം, ദോസേട്ടൻ ഇത് കേൾക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ കേട്ടപ്പോൾ അത്ര മനസ്സിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഈ എപ്പോഴും എനിക്ക് പറ്റിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, ശുഭഗന്ധം ഇന്ന് അടുത്തടുത്ത് 2 കറക്ഷൻ വന്നാൽ പാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നും അത് അനുസരിക്കുന്നുണ്ട്. എൻ്റെ ദാസേട്ടൻ പറഞ്ഞത്, ദാസേട്ടനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ. ഓരോ പാഠങ്ങളാണ്. അതെ, അദ്ദേഹത്തിൻ്റെ അഭവമായ ആ ശബ്ദത്തിൻ്റെ ശക്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പാട്ടുകൾ ഞാൻ ദാസേട്ടന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യമല്ലേ. ഞാൻ ഒന്നും അറിയാത്ത, ഒന്നുമില്ലാത്ത, വെറും ചെരുപ്പ് വാങ്ങാൻ കാശില്ലാത്ത, സാധാരണ കീറിയ കുപ്പായം മാത്രം ഇട്ട് സ്കൂളിൽ പോയിട്ടുള്ള ഞാൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് പാടുന്ന ദാസേട്ടന് എൻ്റെ കളിവീട് പോലുള്ള പാട്ടുകൾ, എൻ്റെ ഒക്കെ ഞാൻ ദാസേട്ടന് അടുത്തിരുന്നിട്ട്, ദാസേട്ടൻ ഞാൻ പാട്ടുകാരനായിട്ടല്ല, ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയുള്ളൂ. ദാസേട്ടൻ ഒന്നും പറയില്ല എന്നോട്. എൻ്റെ പാട്ടുകൾ ഞാൻ മറ്റുള്ളവർ ട്യൂൺ ചെയ്ത് ഞാൻ എഴുതിയ പാട്ട് പോലും ദാസേട്ടൻ വളരെ ശ്രദ്ധയോടിട്ടാണ് പാടുക. വിശ്വനൊക്കെ വിച്ചു എന്നിട്ട് വിച്ചുവിനെ അടുത്തിരുത്തിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിക്കും, ഏട്ടൻ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ തരെന്താ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദിച്ച് പാടുന്ന ദാസേട്ടനെ ഞാൻ ഇപ്പോഴും ആരാധിക്കുന്നു. ഈ തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള പവിഴമാണ് അദ്ദേഹം. നിങ്ങൾക്ക് തൃപ്പൂണിത്തുറക്കാരെ അഭിമാനിക്കാം. അതുപോലെ 2ാമത്തെ സിനിമയിൽ എല്ലാവരും രണ്ടാമന്മാരായിരുന്നു. മോഹൻ സിത്താര സാറിൻ്റെ 2ാമത്തെ സിനിമ, ലോഹിതദാസ് സാറിൻ്റെ 2ാമത്തെ സിനിമ. ഇങ്ങനെ തുടങ്ങിയാലും തീരില്ല. പക്ഷെ അതിലൊരു ആ പാട്ടിൻ്റെ ഒരു ഓർമ്മ, അതൊരു 2ാമത്തെ പാട്ടിൽ
അതൊരു നല്ല ഓർമ്മയല്ലേ? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മറ്റേതൊക്കെ പോവാം. ഓ തീർച്ചയായിട്ടും. കുടുംബസമേതം അല്ല, കുടുംബപുരാണം. കുടുംബപുരാണോ? കുടുംബപുരാണം. അത് പറഞ്ഞോളൂ. അല്ല, ആ പാട്ടുകൾ ആ പാട്ടില് തട്ടിക്കോ തട്ടിക്കോ തട്ടാരെ, തട്ടിക്കോ ഒരു തട്ടാരെ. വെറൈറ്റി ആയിട്ടുള്ളൊരു സമീപനമായിരുന്നു പാട്ടിന്. അത് അങ്ങനെ ഒരു ആഹ്ലാദം നിറഞ്ഞൊരു ഒരു സംഭവമായിരുന്നു. അതിനെ എനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. അത് എഴുതി ചെയ്തു. എഴുതിയിട്ട് ഞാൻ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളി അത് നന്നായി ചെയ്തു. അതെനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ആര്യൻ ഷൂട്ടിങ്ങിന് വരുമ്പോൾ തിരുവണ്ണൂരായിരുന്നു. പിന്നെ ഇയാളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് തിരുവല്ല ആ പാട്ട് അടിപൊളി പാട്ടാണ്, അയാളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. വാസ്തു അടുത്ത പടം ആര്യനാണ്. അത് ഒരു കാരണം അതാണ്. പിന്നെ എന്തൊരു പാട്ടാത് എന്ന് പറഞ്ഞിട്ട് അടുത്ത പടം എനിക്ക് തന്നത് ലാലാണ്. തിരുമേനി വയലാറിന്റെ റൂമിൽ താമസിച്ചതും അത് ഒരു അനുഗ്രഹമായതും ഒക്കെ പറഞ്ഞു. പക്ഷെ ഭാസ്കരൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട മുൻഗാമി, അല്ലേ? ഭാസ്കരൻ മാസ്റ്ററോടാണ്. ഇവരൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും വലിയ ആൾക്കാരല്ലേ. ഇപ്പോൾ ഈ വയലാറ് കറുത്ത ചക്രവാള മതിലുകൾ ചോഴും കാരാഗ്രഹമാണ് ഭൂമി എന്ന റഫായിട്ടുള്ളൊരു സാഹിത്യം എഴുതി വെച്ചപ്പോൾ അതിനെ പനീർ പോലാക്കിയിട്ടുള്ള ദേവരായ മാഷ്. അദ്ദേഹത്തിന് നമസ്കരിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഒന്ന് മൂളി മോൻ ആ പാട്ട് എന്താണ്? കറുത്ത ചക്രവാള മതിലുകൾ ചോഴും കാരാഗ്രഹമാണ്. ഒരക്ഷരം പോലും തട്ടാതെ മനോഹരമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ദേവരായ മാഷെ നമസ്കരിക്കുന്നത്. അതുപോലെ ഭാസ്കരൻ മാസ്റ്ററുടെ ഇപ്പം നാഴൂരി പാലുകൊണ്ട് നാടക കല്യാണം എല്ലാം. അതുപോലെ ഭാസ്കരൻ മാഷെ ഒരു പാട്ട് എൻ്റെ ജീവിതം തന്നെ മൊത്തം മാറ്റിയിട്ടുണ്ട്. അതായത് കൊതിച്ചു പായും നഗരിയിലൊരു ചെറു കൂര ചമയ്ക്കുവതെങ്ങനെ ഞാൻ പാരാവാര തിരയിൽ എന്നുടെ പവിഴദ്വീപ് തകർന്നാലോ, അല്ലേ? എന്താണ് അർത്ഥം? ഓ, തലശ്ശേരി ഞാനിങ്ങനെ നടക്കുമ്പോൾ 66-ലാണ്. പിന്നെ എന്താണ് ജീവിതത്തിൽ ഒരു രക്ഷയിലാണ് നടക്കുന്ന കാലത്ത് ഈ പാട്ടിങ്ങനെ കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. പാരാവാരത്തിരയിൽ എൻ്റെ പവിഴത്തി കുതിച്ചു പായുന്ന ഈ നഗരിയിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഭഗവാനെ? എനിക്കൊരു വീടില്ല, എനിക്കൊരു സ്വന്തത്തെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് പോയി കിടന്നുറങ്ങുന്നത്. 10 രൂപ മാസ ശമ്പളം, 10 രൂപ ഒരമ്പലത്തിൽ. ഒരു ഇടി കേട്ടാൽ പേടിക്കുന്ന ഞാൻ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങും. അവിടെയാണ് ഈ പാട്ട് എന്നെ രക്ഷിച്ചത്. എൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്നത് ഭഗവാൻ അവിടെയാണ്. ഞാൻ അവിടെ നിന്നാണ് പൂഞ്ഞാറിലേക്ക് പോകുന്നത്. അതാണ്. പിന്നെ എല്ലാറ്റിനും ഒരു നിമിത്തവും ശക്തിയും അക്ഷരങ്ങളുടെ പവർ അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഭഗവാനെ. അവരൊക്കെ വലിയ ഗ്രേറ്റ് ആയിട്ട് ആൾക്കാർ. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ആ വാല് പോലെ ഒരാൾ ഞാൻ. ഈ ജോൺസൺ മാസ്റ്ററുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടുകെട്ടായിരുന്നു. പലരും ഇപ്പം ഒരു കഥ തന്നെ കേട്ടിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ കൈതപ്രം ജോൺസൺ അല്ലേ എന്ന് ചോദിച്ച അനുഭവം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളാണെന്ന് ജോൺസണും ഒരാളാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നോട് കൈതപ്രം ജോൺസൺ അങ്ങനെയുള്ള. പക്ഷേ പിന്നെ വേറൊരു തമാശ പറയാം. ഇവരൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ എനിക്ക് ആസ്വദിക്കാൻ എഴുത്തും സംഗീതം മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചില്ല. പലപ്പോഴും മുറുക്കുമായിരുന്നു പണ്ട് മാത്രം. അതൊക്കെ അന്നേ നിർത്തി, 50 കൊല്ലം മുമ്പേ നിർത്തി. അതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പുതിയ തലമുറ എഴുതാൻ വേണ്ടി ഞാൻ എഴുതിയത് 4000-4000-ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു പാട്ട് എഴുതാനും ഒരു ലഹരി ആവശ്യമില്ല. സംഗീതത്തിൻ്റെ ലഹരി അത്. അതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ആടി നടക്കുമ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവിടെ കള്ളുപിടിച്ച് നടക്കുന്നതെന്ന്. കച്ചേരി പാടുമ്പോഴൊക്കെ ഞാൻ ഒന്നിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനിങ്ങനെ അതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നതൊക്കെ അതൊക്കെ വെള്ളത്തിലായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു.
ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എൻ്റെ കഥയിൽ. ഭഗവാനെ, ഞാൻ ഒരിക്കലും ആ പാപം ചെയ്തിട്ടില്ലല്ലോ. അല്ല, അത് ചെയ്യുന്നവരെ മുഴുവൻ പാപികളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കത് ആവശ്യമില്ല. അതെ. അതെ, വേണുവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുടിക്കുകയും ആ ഇവരൊക്കെ. പക്ഷെ ഒരിക്കലും വേണമെന്നും തിരുമേനി വേറെ റൂമിലേക്ക് പോയിക്കോളും. ഒരിക്കലും അതിനെ അനുസരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ശ്രമിക്കുകയോ ചെയ്യാറില്ല. അതിന്റെ ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്, ഈസിയൊക്കെ അങ്ങനെയാണ്. ആ അവരെന്ത് ചെയ്താലും എന്നെ വേറെയാണ് കണക്കാക്കി. ആ കൂട്ടുകാരാണ് എന്നെ രക്ഷിച്ചത്. ഉം, ഉം. വെറുതെ അല്ല വേണുവിനെ ഞാൻ കൂട്ടുകാരെന്ന് പറയാൻ കാരണം, എൻ്റെ ജന്മാന്തര കൂട്ടുകാരനാണെന്ന് പറയാൻ കാരണം, വേണു എന്നെ വേണ്ട രീതിയിൽ കൊണ്ടു നടന്നിട്ടുള്ളൂ. ഓ ശരി. അതാണ് നമുക്കൊക്കെ പഠിക്കാനുള്ള കാര്യം. അതാണ്. ജോൺസൺ മാസ്റ്ററായിട്ട് ആദ്യമായിട്ട് ജോൺസണുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ വരവേൽപ്പ് ഞാൻ കൂട്ടില്ല എന്നും. വരവേൽപ്പ് എന്ന സിനിമയിൽ ആരോഗ്യ സമയത്തൊന്നും ജോൺസന് മദ്യപാനൊന്നുമില്ല. അല്ല, അതിലാണല്ലോ ആദ്യമായി ഒന്നിക്കുന്നത്. അതില് ആ ജോൺസൺ പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഈ എഴുത്തുകാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അതായത് ഈ പല്ലവി എഴുതുമ്പോൾ അണീവനായിട്ട് വേണമെന്നാണ് പുള്ളി പറയുന്നത്. ശരിയത്. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറാടി വരുന്നേ. ഇതിലെല്ലാം ഒരേപോലെയല്ല അക്ഷരം. താളം ഒന്നാണ്, പക്ഷേ ആ താളത്തിന് ഒത്തിട്ട് വേറെ അക്ഷരങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഇനി ഇത് തന്നെ മതി, എനിക്ക് വേറെ ട്യൂണൊന്നും വേണ്ടാവും. പുള്ളി അപ്പം തന്നെ പാട്ടങ്ങ് പാടി. അതൊരു പ്രധാനപ്പെട്ട ഇതാണ്. മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർക്ക് പഠിക്കേണ്ടത് അതാണ്, എഴുതുന്നവർ പഠിക്കേണ്ടതാണ്. ആ പാട്ട്, അതിലെ പാട്ടുകൾ പ്രത്യേകിച്ച് ദൂരെ ദൂരെ സാഗരം അത് ട്യൂൺ ചെയ്ത് തേടി പോക്കുവയിൽ പൊന്നാളം ഈറനാം നിലാവിന്നിതളും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവയിൽ പൊന്നാളം. എന്ത് മനോഹരമായിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എന്ത് മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. ഭഗവാനെ, അവരൊക്കെയുള്ള ലോകത്ത് ഞാൻ ജീവിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതില് മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും, മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ, ആ നന്മണി ചിപ്പിയെ പോലെ നറുനെയ് വിളക്കിനെ തരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ. എന്താണ് ആ കഥയുടെ മുഴുവൻ ഉണ്ട്? അല്ല, അതിലെ ഇവര് ശ്രദ്ധിച്ചറിയില്ല, അതില് സാമഗാനങ്ങളെ പോലെ അപ്പൊ ഹാർമോണി വായിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് സ്വരാക്ഷരാണ്. സാമഗാനങ്ങളെ സാമഗ വരെ ഒരേ സ്വരാക്ഷരാണ്. ഞാൻ അറിയാതെ വന്നതാണ്. ജോൺസൺ പറഞ്ഞു, ഇത് എങ്ങനെയൊന്നും പോകുന്ന ആളല്ല. അതെ, ഇയാൾ ഇങ്ങനെയൊന്നും പോകുന്ന സത്യമായിട്ട് പറഞ്ഞ ജോൺസൺ. ഇപ്പോഴും ഞാൻ എഴുന്നേറ്റ് പോകാത്തതിൻ്റെ കാരണം എൻ്റെ ജോൺസനെ പോലുള്ള ആൾക്കാരുടെ അനുഗ്രഹമാണ്. ഇയാൾ ഇങ്ങനൊന്നും പോവുകയല്ല. അതെ, പറഞ്ഞു. ശരിയാണ്, ശരിയാണ്. അതെ, സാമഗ 3 സ്വരസ്ഥാനം. അതെ, അതറിയാതെ വരും. അങ്ങനെ ജോൺസൺ മാസ്റ്ററുമായിട്ട് പിന്നെ എത്ര പാട്ടുകളാണ്, അനേകം പാട്ടുകൾ. ഇതിന് പപ്പേട്ടൻ്റെ പാട്ടില്ലേ? അതാ അതിലേക്കാണ് ഞാൻ വരുന്നത്. പത്മരാജൻ സാറുമായിട്ടുള്ള ഒരു ബന്ധം. പപ്പേട്ടന് ആത്മബന്ധമുണ്ട് എനിക്ക്. പപ്പേട്ടന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ നോക്കാറില്ല. എനിക്ക് എൻ്റെ പപ്പേട്ടൻ എൻ്റെ സ്വന്തം ആളാണ്. അദ്ദേഹം ഈ തൂവാനത്തുമ്പികളിൽ തന്നെ അദ്ദേഹം റേഡിയോ സ്റ്റേഷനിൽ ജോലി ഉണ്ടായിരുന്നു. അതെ, ഞാനന്ന് അവിടെ എൻ്റെ ഗുരുവിനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി എസ് വി സാറിനെ, അതാണ് എല്ലാം ഗുരുത്വമാണ്. സാറിനെ കൂട്ടി ഞാൻ പോകുമ്പോഴൊക്കെ ഇത്രയും ഒരു ശിഷ്യനും ഗുരുവിനും ബന്ധമുണ്ടല്ലോ, മക്കളാരും വരാറില്ല, ഞാനാ പോകാറ്. ആ, ഇത്രയും ഒരു ഗുരുത്വമുള്ള ഒരാളാണല്ലോ പപ്പേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി, ഇതൊക്കെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ട് അതേ എന്നെ വിളിച്ചത് ഒറ്റ കാരണമാണ്. അത്രയും പപ്പേട്ടൻ എന്നെ വിളിച്ചു. അതുപോലെ പെരുമ്പാവൂർ സാറ്, ഇവരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരാണ്. നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന ബോറടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോഴേ നിർത്തും കേട്ടോ. എനിക്ക് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നത്.
അപ്പോൾ ഈ പിന്നെ തൂവാനത്തുമ്പികളിൽ തന്നെ തിരുമേനിയെ ആദ്യം ആലോചിച്ചിരുന്നു. ഓ തൂവാനത്തുമ്പികളിൽ തന്നെ പത്മനാഭൻ സാറ്. അതൊരു രഹസ്യമാണ്. പിന്നെ എന്നോട് പെരുമ്പാവൂർ സാർ പറഞ്ഞത്, പെരുമ്പാവൂർ സാറ് തൂവാനത്തുമ്പികളിൽ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പപ്പായിട്ടനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് ആദ്യം പിന്നെ ഓൻ സാറാണ് എഴുതിയത്. ഒരു പാട്ട് ഓൻ സാർ എഴുതി. അപ്പോൾ പപ്പാട്ടിൻ്റെ ഗുരുവാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ എന്നോട് പറഞ്ഞില്ല കേട്ടോ. പെരുമ്പാവൂർ സാർ ഇത് പപ്പാട്ട് നേരെ തിരുമേനിയെ വിളിച്ചാൽ ഇപ്പോൾ വരുന്നു. ഞാൻ അവിടെ തന്നെ ഇടയിൽ കണ്ടിട്ട്. അപ്പോൾ പുള്ളി അതാണ് എൻ്റെ നന്മ ആലോചിച്ചിട്ടാണ്. ഞാൻ പിന്നെ ഓനുസാറിനെ പോലെയുള്ള ആൾക്കാരെ കട്ട് ചെയ്തിട്ട് എൻ്റെ പാട്ട് ആദ്യം വെച്ചാൽ ജീവിതത്തിൽ അത് എനിക്ക് ഗുണമുണ്ടാവില്ല, അത് എല്ലാവർക്കും എന്നെ ആൾക്കാർ കട്ട് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പടം അല്ലെങ്കിൽ അതായിരുന്നേനെ ഇത്. ഞാൻ വിചാരിച്ചു നന്നായി, എനിക്കെന്തിരുന്ന് അങ്ങനെയൊന്നും വേണ്ട, ശുദ്ധമായിട്ട് കിട്ടിയാൽ മതി, ഗുരുത്തം മതി. അങ്ങനെയാണ് അതിൽ എനിക്ക് എഴുതാൻ കിട്ടുന്നത്. ഇന്നലെയിലേക്ക് വരുന്നത്. അതെ, പിന്നെയാണ് ഇന്നലെയിലേക്ക് വിളിക്കുന്നത് പാട്ട്. അപ്പം ഇന്നലെ വിളിക്കുമ്പോൾ ഞാൻ സൂപ്പർ ഹിറ്റിലേക്ക് വന്നു തുടങ്ങി. ഞാൻ പിന്നെ പ്രമോദാനം തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ ഉള്ള പിന്നെ അല്ല അത് ഞാൻ പറഞ്ഞു പറയാം. അതിനു മുമ്പേ ഇതാണ് ലോഹി സിബി ലാൽ ടീമിൻ്റെ ആദ്യത്തെ പടം. അത് ഇപ്പം ലാൽ പ്രൊഡക്ഷൻ ആണ് സ്വന്തം. അപ്പോഴേക്കും എന്നെ ഇവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ആളായി കഴിഞ്ഞു, അരക്കാളും. അങ്ങനെ ഞാൻ ഹിസൈൻ അബ്ദുള്ള എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് പാട്ട് ഗോപിക വസന്തമായിരുന്നു. ഗോപിക വസന്തം ശരിക്കും ആദ്യം എൻ്റെ ട്യൂണായിരുന്നത്. അത് പിന്നെ അത് വേറെ കഥയാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പാട്ടൻ എന്നെ വിളിക്കുന്നത്. പപ്പാട്ടൻ വിളിക്കുന്നത് രാത്രി വന്നിട്ടാണ്. അപ്പോഴേക്കും അന്വേഷിച്ചിട്ടാണ് പപ്പാട്ടൻ വിളിക്കുന്നത് തന്നെ. എന്നിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പാട്ട ഞാൻ എത്തിക്കോളാം. അപ്പോഴേക്കും ഇവർ രാവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത്ര റെഡിയാണ് എല്ലാവർക്കും. പപ്പാട്ടൻ എന്നോട് പിന്നെ ലോഹി പറഞ്ഞു, അത് വേഗം എഴുതിക്കോ. എഴുതി ലോഹി ഓക്കെ ആക്കി, ആ പാട്ട് ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് ഇയാളെ വിളിച്ച് പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പിറ്റേന്ന് അവിടെ തിരുവനന്തപുരത്തെത്തിയിട്ട് പപ്പാട്ടൻ കാണാൻ പോയപ്പോൾ, തിരുമേനി ഞാൻ കുട്ടനെ മാത്രമേ ഇങ്ങനെ കാത്തിരുന്നിട്ടോട്ടാ എന്ന് പറഞ്ഞ എന്നോട്. കാരണം എനിക്ക് തിരുമേനി വേണം വിചാരിച്ചിട്ടാണ് വിളിച്ചത്. കുട്ടനെ മാത്രമേ ഞാനിങ്ങനെ കാത്തിരുന്നിട്ടുള്ളൂ. അതെ, അങ്ങനെ എന്നെ എഴുതുന്നുണ്ട്. അന്നും ഈ പറഞ്ഞ പോലെ അത് 1-ാം തീയതിയാണ്. പ്രമോദനം പാടുന്നത് പിന്നെ ജനുവരി 1-ാം തീയതിയാണ്. 90 ജനുവരി 1-ാം തീയതി. അപ്പോൾ അങ്ങനെ മദ്രാസിൽ ഏറ്റവും വലിയ ഓർക്കസ്ട്ര ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ദാസേട്ടൻ റെഡി ആയിട്ടിരിക്കുന്നത്. പാടാൻ പോകും. എഴുത്തുകാരൻ മാത്രം അവിടെ ഇല്ല, ഞാൻ പപ്പാട്ടൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ പപ്പാട്ടനോട് പറഞ്ഞു, ഇനി റെക്കോർഡ് ചെയ്യാൻ ആദ്യം സാരില്ല, അത് കഴിഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞോളാം തോന്നുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തലേദിവസം രാത്രി അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു ആ ഹോട്ടലിൽ. ന്യൂ ഇയർ ആഘോഷം. എല്ലാവരും തരുമ്പ് വെളിവില്ലാണ്ട് കടക്കാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴും അപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരേ കാര്യം, ഒരു പാട്ട് എഴുതിയാൽ അതിനൊന്ന് റെസ്റ്റ് എടുക്കും, ഉറങ്ങും, പിന്നെ വീണ്ടും തുടങ്ങും. എനിക്ക് വേറൊരു ലഹരി ആവശ്യമില്ല. അപ്പോൾ അവിടുന്ന് പപ്പാട്ടനോട് പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ലാതെ പപ്പാട്ട എന്നെ ഉറങ്ങാൻ വിട്ടാൽ മതി പറഞ്ഞു. ഉറങ്ങി ആ പാട്ടങ്ങ് എഴുതി. ഈ പുലിവാലുള്ള പാട്ട്, നീ വിൺ പൂ പൂ എന്നുള്ള പാട്ട് ഫുള്ളങ്ങ് എഴുതി ഞാൻ. ആകാശത്തമ്പിളി ഉരുകുമ്പോൾ ഇരുളല്ല, ഇങ്ങനെ ചൂണ നിങ്ങൾ കേട്ട് നോക്കണം പോയിട്ട്. അടാണല്ലേ. എനിക്ക് പിന്നെ രാഗത്തെ നോക്കേണ്ട കാര്യമില്ല, ഞാൻ വെച്ച് മുഴുവനും കലക്കി. പാട്ട് പറഞ്ഞു, അയ്യോ ഇത് സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. ഒന്നും പിന്നെ പുള്ളിക്ക് സംശയമില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് ഇഷ്ടമാണ്, മാറില്ല. എന്നിട്ട് ഇനി വാ എന്നിട്ട് മുകളിൽ കൂട്ടിവിട്ടേ പറഞ്ഞില്ല. ഞാൻ പിന്നെ താഴേക്ക് വന്നു. പിറ്റേ ദിവസം ആണ് അടുത്ത പാട്ട് എഴുതുന്നത്.
നിൻ മെയ്യിൽ ഓർമ്മപ്പൂവിൽ, ആ കഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പടം സൂപ്പറാണ്. ഒന്നും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മദ്രാസിലേക്ക് പോയിട്ടാണ് ഈ എസ് അബ്ദുള്ളയുടെ ബാക്കി പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നത്, അവിടെ നിന്ന് കേൾക്കുന്നത്. എൻ്റെ ഭയങ്കര സന്തോഷം അറിയിക്കുന്നത് അപ്പോഴാണ്. അവസാനത്തെ അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ ഗന്ധർവൻ, 3 പാട്ട് തിരുമേനിയുടെ അതിമനോഹരം. അതെ, ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ഈ ഗന്ധർവന് വേറൊരു കഥയുണ്ടാകും. ആദ്യം ഒരു ഗന്ധർവൻ്റെ കഥ ഉണ്ടാക്കിയത് പിന്നെ നവോദയായിരുന്നു. അതെ, നവോദയ. അതെ, എന്നിട്ട് അന്ന് അതും എഴുതാൻ വിളിച്ചത് തന്നെയാണ്. അതെ, ഞാനും നമ്മളെ സച്ചിനില്ലേ, സച്ചിനില്ല എന്താ, അതെ, നമ്മളെ അണ്ണാച്ചി, ശരതണ്ണാച്ചി ഞാനും കൂടിയാണ് ആദ്യം കയറുന്നത്. എന്നിട്ട് പാട്ട് എഴുതാൻ തുടങ്ങി. അത് ഭയങ്കര തമാശയായിരുന്നു. ഓരോ പ്രാവശ്യം എഴുതി. ഒരു ദിവസം ഹിസ്റ്റൻസത്തിൽ റിലീസായി. ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർ മുഴുവൻ ഞാനെല്ലാം അഭിനയിച്ചിട്ടുണ്ടല്ലോ, എന്നെ ഇങ്ങനെ ചൂണ്ടി കാണിച്ച് ഞാനവിടെ എന്നെ ചൂണ്ടി കാണിക്കുന്നുണ്ട് ആൾക്കാർ. അവിടെ ഭയങ്കര തിരക്ക്. ആ പാട്ടിനെ പറ്റി പാട്ടും അതെ, അഭിനയിച്ച ആളെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ നവോദയ അപ്പച്ചനെ അന്വേഷിച്ചു. പിന്നെ ഈ അതിനിടയിൽ അനൗൺസ് ചെയ്തു ഈ ഗന്ധർവൻ. അതുകൊണ്ടാണ് അതൊരു കഥ, യക്ഷിയുടെ കഥയായിരുന്നു. ആ കഥ ഉപേക്ഷിച്ചിട്ടാണ് ശരത്തിനെ എന്നെയും വിട്ടത് അവിടുന്ന്. പിന്നെ ഞങ്ങൾ വേറൊരു പടത്തിന് വേണ്ടി അതിലത്തെ 4 പാട്ട് ഉപയോഗിച്ചു, സാഹിത്യം മാറ്റിയിട്ട് ഉപയോഗിച്ചു. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഏതൊരു പടം. അപ്പോൾ അങ്ങനെയാണ് ഗന്ധർവൻ എഴുതാൻ തുടങ്ങിയത്. ഗന്ധർവനിൽ കപ്പാട്ടിനത് എഴുതി തീർന്ന പോലെയായിരുന്നു. പാവം മദ്രാസിൽ നിന്ന് എല്ലാം എഴുതി തീർന്നിട്ട് പിന്നെ പുള്ളി നടക്കാൻ പോകും. ഒന്നുമില്ല, എല്ലാം നിർത്തി പുള്ളി. പെട്ടെന്ന് നിർത്തിയപ്പോൾ പുള്ളിക്ക് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും റെക്കോർഡിങ്ങിനൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ എൻ്റെ അടുത്ത പടം പിന്നെ സൂപ്പർ ഹൈറ്റിലുള്ള പടമായിരുന്നു. അത് ഭരതൻ്റെ പടമായിരുന്നു, വികാരം നോക്കിയൊക്കെ. അതിൻ്റെ അടുത്ത പടം അമരം, അതിൻ്റെ അടുത്ത പാട്ടായിരുന്നു. അങ്ങനെയാണ് ഗന്ധർവൻ. പറയാൻ പറ്റില്ല. ഗന്ധർവൻ്റെ ഒരു തുടർച്ചയാണ്. ഗന്ധർവൻ്റെ ഷൂട്ടിംഗ് ഗന്ധർവൻ്റെ റിലീസിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കോഴിക്കോട് എത്തിയിട്ടാണ് പപ്പാട്ട് മരിക്കുന്നത്. അന്ന് ആണ് ഞങ്ങൾ ഭരതം കമ്പോസിങ് വെക്കുന്നത്. രവിയേട്ടനും ഞാനും ബാക്കി എല്ലാ ടീമും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പട്ടനെ കാണാൻ ഞങ്ങളൊക്കെ പോയി. പിന്നെ ഷൂട്ടിങ് മാറ്റി വെച്ചു. അപ്പോഴാണ് കഥ മാറിയിട്ട്, ഭരതത്തിൻ്റെ കഥ മാറിയിട്ട് വേറെ സംഭവമായി. അത് വേറൊരു കഥയായി മാറി. അതിനും പപ്പാട്ടനാണ് കാരണം. അതിലത്തെ പാട്ടുകൾക്ക് കാരണം പപ്പാട്ടനാണ്. അതെ, കാരണം ആ പാട്ട് ആദ്യമായിട്ട് കമ്പോസ് ചെയ്തെല്ലാം കഥ മാറ്റി. ആ കഥ മാറ്റിയിട്ട് വേറൊരു പിന്നെ ഭരതം എന്ന് പറഞ്ഞ കഥ ഏട്ടനും അനിയനും പാട്ടുകാരായിട്ട് ജ്യേഷ്ഠനും അനിയനും വന്നത് അപ്പോഴാണ്. ആദ്യത്തെ കഥയിൽ വേറെ എന്താ കർഷകനെ മറ്റായിരുന്നു. അല്ല, ആ ജ്യേഷ്ഠനും അനുജനും എന്നുള്ള ഒരു സങ്കല്പവും രാമായണവുമായിട്ടൊരു കണക്ഷൻ വെച്ചിട്ടാണല്ലോ. അത് പിന്നെയാണ്, അതാണ് അതൊക്കെ പിന്നെയാണ്. ആദ്യം അത് വെറും സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൽ ഗായകന്മാരായിട്ടുള്ള 2 സഹോദരന്മാരെ ആയി. അപ്പോഴാണ് ജ്യേഷ്ഠനും അനുജനും ആ രാമായണവും ഭരതനുള്ള സങ്കല്പം ഒക്കെ വന്നത്. ആരണ്യകാന്ഡം തേടി സീതാഹൃദയം തേങ്ങി. അതെ, വൽമീകങ്ങളിലേതോ താപസമൗനം. അതൊക്കെ ആ വൽമീകമൊക്കെ എല്ലാം മാറ്റി പുള്ളി ഈ സങ്കല്പങ്ങൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ പാട്ട് ഈ അമരം തിരുമേനി പറഞ്ഞതുകൊണ്ടാണ്. അതിൽ മനോഹരമായ പാട്ടുകൾ, പ്രത്യേകിച്ച് അതിലെ പ്രയോഗങ്ങൾ വളരെ രസകരമായ പ്രയോഗങ്ങൾ. അപ്പോൾ വികാര നൗകയുമായി എന്നുള്ള പാട്ടാണ് ഗംഭീര. അമരത്തിലെ പാട്ടുകൾ അത് ഗംഭീരമായ സങ്കല്പങ്ങളാണ്. അപ്പം കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ യാത്രാമൊഴിയാണ്. അതെ 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 അതെ. അതുപോലെ പിന്നെ എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പ്രണയത്തെ കുറിച്ചുണ്ട് പറയാം. അത് ഞാൻ പവിത്രവും സ്നേഹനിർഭരവും ഒരിക്കലും ഒരു കറ പോലും പുരളാത്തതായുള്ള ഒരു പ്രേമം എന്താ എൻ്റെത്.
ഞാൻ ഒരിക്കലും ആ മോളെ ഉപദ്രവിച്ചിട്ടോ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധങ്ങളുണ്ടാവുമോ ഒന്നും ചെയ്തില്ല. സ്നേഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. അതാണ് എന്നെ ഇളക മുമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ഈ ജന്മം പഴമരമായി പോയെന്ന് പറയാൻ കാരണം. ഏറ്റവും പവിത്രമായിരുന്നു. ആ കുടുംബങ്ങളും ഞാനും ഒക്കെ ഇപ്പോഴും ബന്ധമുണ്ട്. ആ മോൾക്ക് ഇപ്പോൾ 65-66 വയസ്സായി, എനിക്ക് 76 വയസ്സായി. പക്ഷെ എന്നാൽ പോലും മനസ്സിൽ ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും തുളുമ്പാത്ത പ്രണയമാണ്. ഒരിക്കലും അത് ദുഷിച്ചു പോകാത്ത ഒരു പ്രണയത്തിൻ്റെ ബന്ധം എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ മൊബൈലിൽ തമ്മിൽ പെരുമാറിയിട്ട് കൈമാറിയിട്ട് പിന്നെ എന്തൊക്കെയോ ആയി പോകുന്ന പ്രണയത്തിൻ്റെ കാലത്ത് പ്രണയം പൊളിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കാലം അങ്ങോട്ട് കത്തിക്കും. അതേ സമയത്ത് ഞാൻ പിന്നെ അമ്പലപ്പുഴ ഞാൻ പാടിയിട്ടുള്ളൂ. അത്രയും പവിത്രമായിട്ടേ പാടിയിട്ടുള്ളൂ. ഇതാണ് നാലാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. റൂം എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല, നാടകശാലയിൽ ചേർന്ന് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. തുളസീദളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ. അങ്ങനെ പോയി അവിടെ എത്തി. അതാണ് നാടകശാല ഉദ്ദേശിക്കുന്ന അമ്പലപ്പുഴയിൽ തന്നെയല്ല, ജീവിത നാടകശാല, ജീവിതം അതാണ് നാടകശാലയിൽ. അതാണ് ചേർന്ന് നിൽക്കും. അതുപോലെ പിന്നെ എന്നോടെന്തിനു പിണക്കം എന്നും എന്തിനാണ് എന്നോട് പരിഭവം ഇങ്ങോട്ട് പറയുന്നതും അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ടല്ലോ. അതേപോലെ ഈ പിന്നെ എന്തിനു വേറൊരു സൂര്യോദയം അല്ലേ, നീ എൻ്റെ അടുത്തുണ്ടല്ലോ, പിന്നെന്താ. ഇത്രയും വിശദമായ പ്രണയത്തെ പറ്റി ഇന്ന് എഴുതാൻ ആർക്കും പറ്റും? ആർക്കും ധൈര്യമില്ല. അവർ ഉടനെ എന്തൊക്കെയോ അടിച്ചു പൊളിക്കുകയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ അതാണെന്ന് പോലും മക്കൾക്ക് അറിയുന്ന ടൈപ്പ്. പ്രണയം പോലെ തന്നെ വിരഹവും ഒക്കെ ഇതിലുണ്ടാവുന്നതാണ്. അല്ല, വിശുദ്ധമായാല് വിരഹവും ജീവിതവും സ്നേഹവും വിവാഹവും എല്ലാം കറക്റ്റാവും. അത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ ബാക്കിയെല്ലാം പോകും. അതിമനോഹരമായ വിരഹഗാനമാണ് പാതിരാമഴ ഏതോ. അതെ, പിന്നെ അതെ, പാതിരാമഴ മാത്രമല്ല, അതിലൊരു മാനസിക രോഗി കൂടിയാണ് അയാള്. അതെ, എൻ്റെ വീട്ടിനടുത്ത് ഒരു നമ്പൂരി കുട്ടി ഉണ്ടായിരുന്നു, പയ്യൻ. അവൻ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പ് ഓടി എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പാതിരാമഴ എന്നുള്ള എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞു. അവൻ ലേശം മനസ്സിന് പ്രശ്നം ഉണ്ടായിരുന്നു. ആ പാട്ട് ഏട്ടൻ എഴുതിയത് എന്തിനാ, എന്നെ പറ്റിയല്ല എഴുതിയത് എന്നുണ്ട്. അവൻ നമ്പൂരിയെ കുട്ടിയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ മറക്കില്ല ഒരിക്കലും. ജീവിതമാണ്, നമ്മളറിയില്ല. അപ്പുറത്ത് പോകുമ്പോൾ അത് ജീവിതമാണ്. അതുപോലെ ബാല്യം കയ്യെത്തും പിന്നെ ഒരു കുട്ടിക്കാലം. അതെ, അന്നും വിളിയാണ് കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മഴവെള്ളം നമുക്ക് തൊടാൻ പറ്റണം. മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ആടിക്കാറ്റായും പ്രായം അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം അരയാലിലയായി നാമം ചൊല്ലും പ്രായം അന്ന് കണ്ടതിൽ കണ്ണുമുണ്ടു കണ്ണിൽ മറക്കുവതെങ്ങിനെ മലർ വസന്തം. മറക്കാൻ പറ്റാത്ത ആ മലർ വസന്തം എനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാവരിലേക്കും നമുക്ക് മാറാനും തിരിച്ചു വരാനും പറ്റണം. അതാണ് എഴുത്ത് സ്റ്റക്കായി പോരുത്. അതുപോലെ തന്നെ വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഡകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാറ്റിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം. മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ ജനിക്കുമ്പോൾ പിന്നെ ഞാൻ നമ്പൂരിയായിട്ടോ ദാമോദരനായിട്ടോ ബ്രാഹ്മണനായിട്ടോ ഒന്നുമായിട്ടല്ല, എനിക്കറിയില്ല. അച്ഛനും അമ്മയ്ക്കോ പോലും അറിയില്ല ആരാണ് വരാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ പ്രാരബ്ധം മുഴുവൻ എൻ്റെ തലയിൽ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. മതത്തിൻ്റെയോ ജാതിയുടെയോ മാത്രം പേരിലുള്ള കലഹങ്ങളൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. എൻ്റെ മനസ്സിൽ അതില്ലേ ഇല്ല. ഞാൻ വെണ്ണിലാച്ചതനക്കണ്ണം എഴുതുന്ന അതേ ലാഘവത്തോടിട്ടാണ് കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയില്ലേ മണിവാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. എനിക്ക് തട്ടിട്ട മോളും എൻ്റെ കിളിക്കുട്ടി തന്നെയാണ്. മറ്റുള്ളവരും എൻ്റെ കളിക്കുട്ടികളാണ്. എല്ലാവരും പോലെ എനിക്കങ്ങനെ കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഒരുപോലെയാണ്. എഴുത്തുകാരൻ അങ്ങനെ ആവും വേണം. അങ്ങനെ അല്ലെങ്കിൽ സ്വാർത്ഥമാക്കും. ഞാൻ ഇന്ന പക്ഷത്താണ്, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയമാണ്, ഇന്ന് സ്ത്രീപക്ഷം പുരുഷപക്ഷം ഒന്നുമില്ല, എല്ലാം ഒറ്റ പക്ഷേ ഉള്ളൂ. വേണമെങ്കിൽ വെളുത്ത പക്ഷം കൃഷ്ണപക്ഷം 2 പക്ഷം അങ്ങനെ വേണേ ഒരു പക്ഷത്തിന് അർത്ഥമില്ല. മറ്റേതൊക്കെ നമ്മൾ ഉണ്ടാക്കിയല്ലേ. മറ്റേത് മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്. വരുമ്പോൾ ആര് എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, നന്മ കാക്ഷിക്കുന്നു. എൻ്റെ അക്ഷരങ്ങൾ പവിത്രമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അക്ഷരങ്ങളിലുള്ള അർത്ഥം തന്നെ അത് ഒരിക്കലും നശിക്കാത്തതാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അതുപോലെ ചില മനോഹരമായ പ്രയോഗങ്ങൾ, പദചാരുത പ്രയോഗിക്കാറുണ്ട്. ഒന്ന് വികാര നൗകയുമായി, വികാര നൗക എന്നൊരു പ്രയോഗം നമ്മൾ ആ പടം കണ്ടാ അറിയാം. കാരണം അതിൽ ഭരതൻ അയാളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ നൗക. എൻ്റെ പാട്ട് കണ്ടിട്ടാണ് അദ്ദേഹം ചെയ്തത്, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റണം. എനിക്ക് എൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇപ്പോൾ കണ്ണീർ പൂ എന്ന് പറഞ്ഞാൽ കണ്ണീര് കാണിക്കേണ്ട കാര്യമില്ല എന്ന് കണ്ണീർ പൂവിൻ്റെ അല്ലേ അവിടുന്ന് മാറുമ്പം കവിളിൽ തലോടി ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. എൻ്റെ അമ്മ എനിക്ക് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ നെഞ്ചിൽ പാൽക്കടലുണ്ടാക്കുന്നത്. എല്ലാം നിങ്ങൾ എല്ലാ അമ്മമാരും എല്ലാ മക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ 1000 കൈനീട്ടി നിൽക്കുന്ന സൂര്യതാപമായിട്ട് താതൻ്റെ ശോകം, അച്ഛൻ്റെ വേദന എല്ലാ മക്കളുടെയും വേദനയാണ്, എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള വേദനയാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ പാട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നേരത്തെ പറയാം കണ്ടിന്യൂ ചെയ്യാം. മനോഹരമായ പ്രയോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ചില വാക്പ്രയോഗങ്ങൾ, പദചാരുതയെ കുറിച്ച്. താരനൂപുരം ചാർത്തി. എല്ലാവരും നമുക്ക് എല്ലാവരും നമ്മുടേതായ ഒരു കണ്ടെത്തൽ ഉണ്ടാവുന്നില്ല, ഇല്ലെങ്കിൽ പാട്ടില്ല. അതെ, എല്ലാവരും പുതിയ കണ്ടെത്തൽ ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഏറ്റവും പുതിയ കാലത്ത് മിന്നൽ വള പ്രയോഗിച്ചത്. അതെ, അതാണ് മിന്നൽ വള. വെറും മിന്നലിനെ ഞാൻ മിന്നലായിട്ട് കാണുന്നില്ല, അത് സീത അണിഞ്ഞ മിന്നലാണ്, മിന്നൽ വളയാണ്. അത് തിരുമേനി നേരത്തെയും പ്രയോഗിച്ചിട്ടുണ്ട്. ശ്യാമാംബരം പുതുമിന്നൽ കൈവള ചാർത്തി രാഗോന്മാദിനികൾ. അത് സീത തന്നെയാണ്. സീത ആ ഒരു രാഗോന്മാദം കൊണ്ടാണ് കൈ പുറത്തേക്ക് ഇട്ടത്. യോഗാനന്ദന്റെ പുറത്തോടെ വിടാൻ പാടില്ല, ഇട്ടതാണ്. ഞാൻ സംശയാത്മാവനുസരിച്ചാണ് ഗീത പറയുന്നത്. നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, എഴുതൂ. ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ എഴുതും. അത് ശരിയാവുന്നത് അമ്മ കൈ തൊടും.
ഇല്ല ഇപ്പുറത്തേക്ക് അയക്കും. ആ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അത്രയൊന്നും ഭാഗ്യവാനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസമാണ്. അല്ലേ സുനിൽജി? അതാണ് ഇത്. അതുപോലെ ആ, പുഴ ഒരു വല്ലാത്ത ഒരു ബിംബമായിട്ട്. ഏത് പുഴ പുഴ തീർച്ചയായിട്ടും. കണ്ണാടിപ്പുഴയുണ്ട്, വണ്ണാത്തിപ്പുഴയുണ്ട്, അതെ പാണപ്പുഴ പാടി നീട്ടി അതൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള പുഴയാണ്. അതാ ജീവിതവും പുഴയും തമ്മിലുള്ള വലിയൊരു ബന്ധം. പിന്നെ ജീവിതം പോലെ തന്നെ ഒഴുകുന്ന പുഴ, ഒഴുകുന്ന പുഴയാണ്. പിന്നെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആ ഓർമ്മകൾ. അതെ വണ്ണാത്തിപ്പുഴയുടെ ഒക്കെ അനശ്വരമായി പോയില്ലേ. സ്വന്തം സംഗീതവും കൂടിയാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സംഗീതം കൊണ്ട്, എൻ്റെ അക്ഷരം കൊണ്ട്, എൻ്റെ മഹാത്മാവായുള്ള ദാസേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് പാടിത്തരണം എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലേ? തീർച്ചയായും. ഞാൻ ആരാണ്? അതുപോലെ ട്രെൻഡുകൾ വരുമ്പോഴെല്ലാം തിരുമേനിയുണ്ട്. ലജ്ജാവതിയായാലും അതെ നിന്റെ കള്ളക്കട കണ്ണിൽ. പക്ഷെ ട്രെൻഡാണെങ്കിൽ പോലും അവിടെ ആ കേരളീയ സൗന്ദര്യമാണ് മുഴുവൻ ഗ്രാമം മുഴുവൻ. അതെ അതെ. കണ്ണാടിപ്പുഴയിലെ വെള്ളാരം കല്ലുമായി കളിയോടൻ തിരുനാനൻ കെട്ടിയ നമ്മുടെ കുട്ടിക്കാലമോർത്തു ഞാൻ. എല്ലാം ആ ഒരു പഴമ, ആ ഒരു കേരളീയതയാണ്. ഈ ഇത്രയൊക്കെ വിശകലനം ചെയ്യാൻ പറ്റുന്നതും ചിലപ്പോൾ പറ്റാതിരിക്കുന്നതും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ഒരു ഗുണം കൊണ്ടാണ്. എനിക്ക് അവിടുന്ന് പോകാൻ പറ്റാത്തതാണ്. കാരണം ഇദ്ദേഹം എത്രയോ പരതത്തെ പറ്റിയൊക്കെ 25 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്. മഹാനായിട്ടുള്ള ഒരു എനിക്ക് സംഗീത ഗവേഷകനാണ്. തീർച്ചയായിട്ടും അതെ. സാഹിത്യത്തിനും സംഗീതത്തിനും അങ്ങനെയാണ് നമ്മൾ പര്യവേഷണം ചെയ്യേണ്ടത്, അല്ലാതെ അതിനെ കുത്തി ബ്ലേഡെടുത്തിട്ട് കീറിയിട്ടല്ല. തീർച്ചയായും. ഞാൻ അത് തിരുമേനോട് ചോദിക്കണ്ടെന്ന് വിചാരിച്ചു, പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുകയാണ്. ചില വിമർശനങ്ങൾ തിരുമേനയുടെ പാട്ടിൽ വന്നിരുന്നു. ഒരു കാര്യവുമില്ലാത്ത വിമർശനങ്ങളാ, ഒന്നും എനിക്കറിയാം. അത് ചെയ്യുമ്പോൾ പപ്പാട്ടിന്റെ പാട്ടിനെ പറ്റി പറയുമ്പോൾ പപ്പാട്ടിനെയും എന്നെയും ജോൺസനെയും വിമർശിക്കുമ്പോൾ അല്ലേ? അതെ അതെ അതെ. ഞങ്ങളെല്ലാവരും ചേർന്നുണ്ടാക്കുന്ന ഒരു പാട്ടില് അങ്ങനെ എല്ലാവരും വിട്ടിലാവുമെന്ന് വിചാരിക്കരുത്. അതെ. നിരൂപകൻ ഇല്ല, ജനങ്ങളുടെ കൂടെ നിൽക്കാനും ആളുണ്ടാവണം. അതെ അതെ തീർച്ചയായും. ഇല്ലേ? പിന്നെ ഞാൻ ഇത്രയും തൃപ്പൂണിത്തുറയിൽ ഇത്രയും മഹത്തായ ജനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ സ്നേഹജനങ്ങളുടെ മുമ്പിൽ കവിത ആഗ്രഹിക്കുന്ന അവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ വിഡിത്ത പറയുന്നു വിചാരിക്കരുത്. ഒന്നും പറയല്ല. എനിക്കറിയില്ല, ഞാൻ അറിയില്ല എന്ന് പറയും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിൽ ശാസ്ത്രീയ സംഗീതം ഇത്രയേറെ, അതായത് സിനിമയിൽ ഉപയോഗിക്കപ്പെട്ട ശാസ്ത്രീയ സംഗീതം, തിരുമേനി എഴുതിയ കീർത്തനങ്ങളുണ്ട്. അതുപോലെ ഈ ദേവസഭാതലം പോലെ സംഗീതത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അനുദാത്തമുദാത്ത സ്വരിത പ്രജയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം. പ്രണവാകാരമാണ് സംഗീതം. അതിന്റെ ഓരോന്ന് ഇപ്പൊ ഷഡ്ജം എന്താണ്, ഋഷഭം എന്താണ്. ഇന്ന് ശിവരാത്രിയാണ്. അതെ. ലോകത്തിലെ ഏറ്റവും മഹാസംഗീതജ്ഞനാണ് ശിവൻ. അതെ അതെ അതെ. 4 മുഖത്തും സംഗീതമാണ്. അതെ 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 തീർച്ചയായും തീർച്ചയായും. ഏറ്റവും വലിയ നാട്യ ആചാര്യനാണ് ശിവൻ. അതെ. ഏറ്റവും വലിയ നടന മണ്ഡപമാണ് കൈലാസം. തീർച്ചയായും. ഞാൻ അദ്ദേഹത്തിനെ സ്മരിക്കുന്നു. അതെ. പിന്നെ ബൈക്കത്തമ്മൻ്റെ അടുത്താണ് നമ്മളുള്ളത്. തീർച്ചയായും തീർച്ചയായും. ഏറ്റുമാനൂര്. അതെ. എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. നമ്മളെല്ലാം ശിവനാണ് ഈ ലോകം മുഴുവൻ കൊണ്ടാടപ്പെടുന്ന ഏറ്റവും വലിയ ദൈവം ഇപ്പം. ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് എഴുതാൻ കാരണം എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഞാൻ വെറുതെ എഴുതിയല്ല. ശാസ്ത്രീയ സംഗീതം കീർത്തനം ഇപ്പം മഹാന്മാരായ ത്യാഗരായ സ്വാമികൾ എഴുതിയതെന്നോ അല്ലെങ്കിൽ അല്ല, അതുപോലെ തോന്നുന്ന തരത്തിൽ അതിമനോഹര. ഇപ്പൊ രഘുവംശപദേ പരിപാലയ പാടുമ്പോ വയൽ വായിച്ച ആളെ എന്നോട് ഇതേത് കീർത്തനം, ഇത് ത്യാഗരാജ ബുക്കിലില്ലേ രഘുവംശപദേ. അതെ. അതുപോലെ ശ്രീവിനായകം നാമം, അങ്ങനെ എത്ര കീർത്തനങ്ങളാ. എനിക്ക് ആ കൂട്ടത്തില് പ്രിയപ്പെട്ട വേറൊരു കീർത്തനാണ് അമ്മയെ പറ്റി എഴുതിയ മറ്റേ സിന്ദൂര തിലകാഞ്ചിതേ, അല്ല ബ്രഹ്മകമലം. ബ്രഹ്മകമലം. ഒരു സംഭവം കൂടി പറയാം.
ഞാൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു 4 ദിവസത്തെ അല്ല 3 ദിവസത്തെ ആചാരങ്ങളോട് കൂടിയിട്ട് പിന്നെ ഒരു ശ്രീചക്ര പൂജ നടത്തി അവിടെ എൻ്റെ ഇല്ലത്ത്. അപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു ബ്രഹ്മകമലം കൊണ്ട് ഒരു സന്യാസി വന്നു. ബ്രഹ്മകമലം. എന്നിട്ട് നമ്മുടെ തരണനെല്ലൂരാണ് പൂജ. തരണനെല്ലൂർ പറഞ്ഞു, ഇത് വെറുതെ അല്ല, ബ്രഹ്മകമലം എഴുതിയ ആൾക്ക് ഇത് വേണം. അപ്പോൾ ഈ സന്യാസി എവിടുന്ന് വന്നു എനിക്കറിഞ്ഞൂടാ, ഞാൻ ക്ഷണിക്ക ആളല്ല. അയാളെ പിന്നെ കണ്ടിട്ടുമില്ല. അങ്ങ് പോയി. പിന്നെ അയാളെ കണ്ടിട്ടേ ഇല്ല. അതായിരുന്നു. ഇതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ആ ബ്രഹ്മകമലം നടുവിൽ വെച്ചിട്ടാണ് അദ്ദേഹം പൂജിക്കുന്ന ശ്രീചക്രം വെച്ചത്. പിന്നെ ബ്രഹ്മകമലം ഹിമാലയത്തിൽ മറ്റും കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിഹ്നമാണിത്. അതെ 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 അതെ, അതാണ് ബ്രഹ്മകമലം. അതിലൊരു പ്രയോഗമുണ്ട്, ശാതോദരി വീണാധരി പാഹിമാം പരിപാഹിമാം ബ്രഹ്മകമലം ശ്രീലകമാകി. അടുത്ത ആൾക്കാർ റെഡി തീർന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും നല്ല ഒരു സെഷൻ. ഇനി സംഗീത സംവിധാനം കൂടി അദ്ദേഹത്തിൻ്റെത് ചോദിക്കണം എന്നുണ്ടായിരുന്നു, അതിനുള്ള സമയമില്ല. കളിവീടുറങ്ങിയല്ലോ പോലെയുള്ള സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടുകൾ, ഏറ്റവും കൂടുതൽ സംവിധായകൻ കൂടിയാണ്. അതായത് സിനിമയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ എല്ലാം അഭിനയിക്കുന്ന ഒരു ഗാനരചയിതാവ് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതുപോലെ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഗാനരചയിതാവ്, സമസ്ത മേഖല, കഥ, സാക്ഷിയാക്കിയിട്ട് പറയട്ടെ, എൻ്റെ ഗുരു S.V.S. നാരായണൻ സാറ്, അതുപോലെ എൻ്റെ ഗുരു പിന്നെ ഭവാനി തമ്പുരാട്ടി, ഇവരൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയത്. എനിക്ക് പിന്നെ പത്മശ്രീ കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്? തീർച്ചയായും പത്മശ്രീ കിട്ടിയപ്പോൾ എനിക്കതിൽ ആരെയും പരിചയം പോലുമില്ല. ഒരാളും ഞാൻ ആരോടും സാധാരണ പോലെ ഒരാൾ പറഞ്ഞിട്ട് അപേക്ഷ എഴുതി അയച്ചു കൊടുത്തു മാത്രമേ, ഞാൻ ഒപ്പിട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ബന്ധവും എനിക്കില്ല. പക്ഷേ പിന്നെ മോഡിജി, ഞാൻ അവിടെ എത്തിയപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സമാധാനമൊക്കെ കഴിഞ്ഞിട്ട് മോഡിജി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഞാനൊരു കേരളത്തിലൊരു എഴുത്തുകാരനാണ്, ഐ നോ യു എന്നുണ്ട്. ഐ നോ യു ആർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. അതെ, അതാണ് ഞാൻ പാട്ടുകാരനും ആണ്. അപ്പോൾ ഇതൊക്കെ ഗുരുത്വം കൊണ്ടേ കിട്ടുള്ളൂ. തീർച്ചയായും എൻ്റെ S.V. സാറൊക്കെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ടേയിരുന്നു മരിക്കുന്നത് വരെ. അദ്ദേഹത്തിൻ്റെ മരണം അത്ഭുതകരമായ മരണമായിരുന്നു S.V. സാർ. അദ്ദേഹം ഇങ്ങനെ കഥയിൽ നിർത്തുന്നതിന് മോള് ചോദിച്ചു, താരാട്ട് പാടുന്ന ഏത് രാഗമായിരിക്കും, ഏത് രാഗമാണ് വേണ്ടത് അച്ഛാ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ചു, പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയുന്നതിന് മുമ്പേ ഇങ്ങനെ ചെരിഞ്ഞു, അവിടെ മരിച്ചു. സ്വയം അദ്ദേഹം താരാട്ട് മൂളിയിരുന്നാവാം, ആ കസേരയിൽ ഇങ്ങനെ ചെരിഞ്ഞു. പിന്നെ മരിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനവിടെ എത്തുമ്പോൾ അദ്ദേഹം മരിച്ചു വരുന്നത്. അതാണ്. അപ്പോൾ ഇതുപോലുള്ള മഹാത്മാക്കളൊക്കെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയത്. ഈ തൃപ്പൂണിത്തുറ ഇതുപോലുള്ള സദസ്സിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഈ സംഘടനയോടും എൻ്റെ പ്രിയപ്പെട്ട അനുജൻ, എന്താണ് പേര്? സജിത്ത്. പിന്നെ അധ്യാപകനും വളരെ അറിവുള്ള, സംഗീതത്തെപ്പറ്റി കവിതയെപ്പറ്റി അറിവുള്ള അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാനാക്കിയത് വലിയ ഭാഗ്യം എനിക്ക്. അല്ലാതെ ആരെയും ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു ചോദ്യവും ഉത്തരവും നിങ്ങളുടെ മുമ്പിലുള്ള എൻ്റെ പ്രകടനം ദുർബലമായി പോയെങ്കിൽ ക്ഷമിക്കുക.